ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പെപ്പർ ഡക്ക് റോസ്റ്റാണ്. കുരുമുളകിട്ട് താറാവ് വരട്ടിയെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ താറാവ് വരട്ടിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതുമാത്രമല്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയിലാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഞാൻ ഡക്ക് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്കിന്നോട് കൂടി തന്നെ ഞാൻ എടുത്തത്. അപ്പോൾ ഇത് ബ്രോയിലറാണ്. അപ്പം കുറച്ച് സ്കിന്നൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഡക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷമാണ് പിന്നെ വരട്ടിയെടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല. ഈ ഡക്കിനൊരു ചിലപ്പം ബാഡ് സ്മെല്ല് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറി കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോഴേ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്ന് പറയുമ്പോൾ 2 ടീസ്പൂൺ നിറച്ചു ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു സ്പൂണിൽ നിറയെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. കാരണം ഒരു കളറൊക്കെ ഒന്ന് കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണിത്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം എല്ലാ ഭാഗത്തും മസാലയൊക്കെ പിടിക്കട്ടെ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ താറാവ് ഒരു 4 വിസിൽ വരുന്നത് വരെ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ നാടൻ താറാവ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവിനനുസരിച്ച് അത് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ബ്രോയിലർ ആയതുകൊണ്ട് തന്നെ ഇത്രയും വേവ് വേണം. കാരണം ഇത് 2 കിലോയുടെ താറാവാണ്. കുറച്ച് സമയം കുക്ക് ചെയ്തെടുത്താൽ പിന്നെ നമ്മൾ വരട്ടിയെടുക്കുന്ന സമയത്ത് കുറേ സമയമൊന്നും അങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നില്ല. ജസ്റ്റ് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ച് വരാൻ വേണ്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ സമയത്ത് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനതിന് വേണ്ടി കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി അതെല്ലാം മുളച്ച് വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. താറാവിന് ഈ ചെറിയ ഉള്ളി ഇടുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് സവാളയാണ് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള ഒന്ന് നന്നായി വഴന്ന് വരണം. അതിന് ശേഷം മാത്രം അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് നമുക്ക് ഈ സെൻറ്റർ ഭാഗത്ത് തന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി കൂട്ടി ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ സെൻറ്ററിൽ നിന്ന് മാറ്റി വെച്ച് എന്താണെന്ന് വെച്ചാൽ ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് വരാൻ വേണ്ടിയാട്ടോ. അപ്പോഴേ ഇത് നല്ലപോലെ ഒന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് ഇട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. സവാളയുടെ എണ്ണം വേണമെങ്കിൽ കൂട്ടാം. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ കുറച്ച് കൂടുതൽ എടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് 1 തക്കാളി ചെറുതായി മുറിച്ച് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ തക്കാളി ചേർത്ത ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കാരണം തക്കാളി വേവുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഉടഞ്ഞു വരട്ടെ. അതിന് ശേഷം മാത്രം നമുക്ക് വേവിച്ച് വെച്ച താറാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. കാരണം താറാവ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ എത്ര എരിവ് ചേർത്താലും അതിൽ മതിയാവാത്ത പോലെയാണ്. അപ്പോൾ നന്നായി എരിവ് ചേരുന്ന ഒരു സാധനമാണ് താറാവ്. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ച താറാവും കൂടെ അതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് പോരെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മസാലയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എരിവ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട്. പക്ഷേ അത്ര എരിവ് ഞാനിതിൽ ചേർത്തിട്ടും ഇതിലധികമായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായി ഇറങ്ങി പോകുന്നുണ്ട് എരിവൊക്കെ. ഞാനിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നി കുറച്ച് മസാല പോരാന്ന്. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ചിക്കൻ മസാല ആണ് ചേർത്ത് കൊടുത്തത്.
അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് ഇതിൽ നന്നായി പിടിക്കട്ടെ. ഇതുപോലെ നല്ല ചെറിയ തീയിലാണ് ഇപ്പോൾ ഞാൻ ഇട്ടത്. ഇപ്പോൾ താറാവ് അത്യാവശ്യത്തിനുള്ള വേവേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്നുകൂടെ ഞാൻ നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇനി കുരുമുളക് എരിവ് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നമ്മൾ ഓരോ താറാവ് വാങ്ങിക്കുമ്പോഴും അതിൻ്റെ മീറ്റ് വ്യത്യസ്തമായിരിക്കും, നമ്മൾ ഓരോ ബ്രാൻഡ് വാങ്ങിക്കുമ്പോഴും. ഇപ്പം ഞാൻ കഴിഞ്ഞ തവണ വാങ്ങിച്ചപ്പോൾ അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇത്തവണ വാങ്ങിയപ്പോൾ അത് നല്ലതാണ്. അത് ഗ്രാൻഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആയിരുന്നു നമ്മൾ മേടിച്ചത്. അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ള താറാവായിരുന്നു. പിന്നെ മുമ്പ് വാങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഹാർഡായിട്ടായിരുന്നു അതിൻ്റെ മീറ്റ് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് നല്ലപോലെ വരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി തീന്ന് ഓഫ് ചെയ്ത് നമുക്കിത് ചൂടോട് കൂടി തന്നെ ചോറിൻ്റെ, ചപ്പാത്തിയുടെ, അപ്പത്തിൻ്റെ എന്തിൻ്റെ കൂടെയായാലും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് വിളമ്പി എടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ നല്ല പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് ഡക്കിൽ. ഇതൊക്കെ മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീഷൻ അതിനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങളത് കണ്ട് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും പങ്കെടുക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.